1809 ഫെബ്രുവരി 12 തോമസ് ലിങ്കൻ്റെയും നാൻസി ലിങ്കൻ്റെയും രണ്ടാമത്തെ കുട്ടിയായി കെൻറ്റക്കിയിലെ ഹാർഡിൻ കൗണ്ടിയിലുള്ള കൃഷിയിടത്തിലെ ഒറ്റമുറിയുള്ള ഒരു മരക്കുടിലിൽ എബ്രഹാം ലിങ്കൺ ജനിച്ചു. 40,000 മൈലുകൾ നീണ്ടുകിടക്കുന്ന പ്രദേശമായിരുന്നു കെൻറ്റക്കി. ലിങ്കണ് 1 വയസ്സുള്ളപ്പോൾ ഇവിടെ ജനസംഖ്യ 4,06,511 ആയിരുന്നു. 1 ചതുരശ്ര മൈലിൽ 2 കുടുംബങ്ങൾ മാത്രമാണ് താമസിച്ചിരുന്നത്. കാടിനുള്ളിലാണ് ലിങ്കൺ കുടുംബം താമസിച്ചിരുന്നത്. വീടിന് ചുറ്റും മൃഗങ്ങളും പക്ഷികളും പ്രകൃതിയുടെ സന്ദേശങ്ങൾ പല ശബ്ദങ്ങളിലൂടെ അറിയിച്ച് വിഹരിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള സാംസ്കാരിക ഔന്നത്യമൊന്നും ആ പ്രദേശത്തിന് അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. അക്ഷരമറിയുന്നവർ നന്നേ കുറവായിരുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. ആളുകൾ എപ്പോഴും വിയർപ്പൊഴുക്കി പണിയെടുത്തുകൊണ്ടിരുന്നെങ്കിലും ആർക്കും പറയത്തക്ക വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പണി ചെയ്ത് പട്ടിണി കിടക്കുക എന്നതായിരുന്നു ആളുകളുടെ ദിനചര്യ. 1818 ഒരു പകർച്ചവ്യാധി നാട് മുഴുവൻ പടർന്നു പിടിച്ചു. മനുഷ്യരും കന്നുകാലികളും കൂട്ടത്തോടെ മരിക്കാൻ തുടങ്ങി. മിൽക്ക് സിക്നസ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ പകർച്ചവ്യാധി മരണം വിതച്ച് മുന്നേറുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ആളുകൾക്ക് കഴിഞ്ഞുള്ളൂ. ആശുപത്രികളോ ഡോക്ടർമാരോ സമീപത്തെങ്ങും ഉണ്ടായിരുന്നില്ല. 35 മൈൽ ദൂരെയാണ് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നത്. അവിടേക്കെത്താൻ യാത്രാ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മിൽക്ക് സിക്നസ് ലിങ്കന്റെ മാതാവ് നാൻസിയെയും ബാധിച്ചു. ചികിത്സ കിട്ടാതെ നാൻസി മരിച്ചു. 1818 ലിങ്കണ് 9 വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു മാതാവിൻ്റെ മരണം സംഭവിച്ചത്. മാതാവിൻ്റെ മരണശേഷം മൂത്ത സഹോദരി സാറയാണ് ലിങ്കന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. സഹോദരി അവന് കഥകൾ പറഞ്ഞുകൊടുത്തു. കഥകളിൽ ചിലപ്പോൾ അടിമകളുടെ ദുരിതയാത്രകൾ നിറഞ്ഞു. ഉടമകളുടെ ചാട്ടവാറടിയേറ്റ് പുളയുന്ന അടിമകളുടെ ഉടൽ സ്വപ്നത്തിലും ചിലപ്പോൾ അവനെ വേട്ടയാടി. എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യരെ അടിച്ചമർത്തുന്നതെന്ന് അവൻ ആലോചിച്ചു. ഇതിനിടയിൽ വീട്ടിൽ പുതിയ ഒരു അതിഥി എത്തി. അമ്മയെപ്പോലെ ഒരമ്മ. 1819 തോമസ് വീണ്ടും വിവാഹം കഴിച്ചു. രണ്ടാനമ്മയെ ലിങ്കണ് വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ടാനമ്മ സാറ ബുഷ് ജോൺസ്റ്റൺ 3 കുട്ടികളുള്ള ഒരു വിധവയായിരുന്നു. ലിങ്കൺ അവരെ അമ്മ എന്നു തന്നെ വിളിച്ചു. അവരുടെ മക്കൾ അവൻ്റെ കൂട്ടുകാരായി. ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കുമെന്ന് തോമസ് ലിങ്കണും കരുതി. എന്നാൽ മരണം ആ കുടുംബത്തിൽ വീണ്ടും കയറിയിറങ്ങി. 20-ാം വയസ്സിൽ സഹോദരി സാറ മരിച്ചു. സഹോദരിയുടെ മരണം ലിങ്കണ് താങ്ങാനാവാത്ത ആഘാതമായിരുന്നു. അമ്മയെപ്പോലെ തന്നെ ലാളിച്ചിരുന്ന സഹോദരി അനക്കമറ്റു മുന്നിൽ കിടക്കുന്നത് അവൻ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. കുടുംബം ദാരിദ്ര്യത്തിന്റെ ചതുപ്പിലേക്ക് പടിപടിയായി താഴുകയായിരുന്നു. ദുരിതപൂർണമായ ജീവിതത്തിനിടയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊന്നും ലിങ്കണ് ലഭിച്ചില്ല. 1 വർഷത്തിൽ താഴെ മാത്രമേ അവന് പള്ളിക്കൂടത്തിൽ പോകാൻ കഴിഞ്ഞുള്ളൂ. മകനെ നല്ലൊരു തൊഴിലാളിയാക്കി മാറ്റാനായിരുന്നു അച്ഛന് താൽപ്പര്യം. ലിങ്കണാകട്ടെ കഠിനാധ്വാനം ഇഷ്ടമായിരുന്നില്ല. കഠിനാധ്വാനം ദിനചര്യയാക്കിയവർക്കിടയിൽ സ്വപ്നം കാണുന്ന കണ്ണുകളുമായി നടന്നിരുന്ന ലിങ്കണെ അയൽക്കാരും ബന്ധുക്കളും അലസനെന്ന് വിളിച്ചു. എഴുത്തുകാരനാവുക എന്നതായിരുന്നു ലിങ്കന്റെ ആഗ്രഹം. കഥകളും കവിതകളും നോവലുകളും എഴുതണം. കൂട്ടുകാരോടെല്ലാം അവൻ തൻ്റെ ഈ ആഗ്രഹം പറഞ്ഞിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ കൊച്ചു കവിതകൾ എഴുതി, കഥകൾ പറഞ്ഞ് കൂട്ടുകാരെ അത്ഭുതപ്പെടുത്തി. ഭാവനയിൽ അവൻ തീർത്ത കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും കൂട്ടുകാരെ രസിപ്പിച്ചു. എഴുത്തും വായനയുമെല്ലാം അവൻ സ്വയം പഠിച്ചു. പുസ്തകങ്ങളാണ് യഥാർത്ഥ ഗുരുനാഥന്മാർ.
എന്തും വായിച്ചു പഠിക്കാമെന്ന ഉറച്ച പ്രത്യാശ കുട്ടിക്കാലം മുതലേ ലിങ്കൺ ഉണ്ടായിരുന്നു. അലസനെന്ന് പഴികേട്ട ലിങ്കൺ വിറക് വെട്ടിയും വീട്ടുജോലികൾ ചെയ്തും പണമുണ്ടാക്കി പുസ്തകങ്ങൾ വാങ്ങി. കടം വാങ്ങിയ പുസ്തകങ്ങളിൽ നിന്നും ആവശ്യമുള്ള ഭാഗങ്ങൾ പകർത്തിയെടുത്തു. ചിലപ്പോൾ പുലരും വരെ ഇരുന്ന് വായിക്കും. രാത്രിയിൽ വീടിനുള്ളിലിരുന്ന് വായിക്കാൻ വിളക്ക് കത്തിക്കണം. വിളക്കിലൊഴിക്കാൻ എണ്ണ വാങ്ങുകയെന്ന ദൂരത്തിനുള്ള പണമെന്നും ലിങ്കൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവൻ തെരുവിലെ വിളക്കുകാലിന് ചുവട്ടിലിരുന്ന് വായിച്ചു. ആളുകൾക്ക് അതൊരു പുതിയ കാഴ്ചയായിരുന്നു. തോമസിൻ്റെ മകന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിലർ പറഞ്ഞു. അവൻ്റെ വിജ്ഞാനദാഹത്തെ വിലമതിക്കുന്നവരും ഉണ്ടായിരുന്നു. നമുക്കൊന്നുമില്ലാത്ത എന്തോ ഒന്ന് ഇവനിലുണ്ടെന്ന് മുതിർന്ന ചിലർ അവനെ കാണെ അടക്കം പറഞ്ഞു. പ്രായം ചെന്ന ഒരു ബന്ധു ഒരു ദിവസം അവനെ നോക്കി പറഞ്ഞു, "ഇതാ തെക്ക് നിന്നുള്ള പിടികിട്ടാത്ത ഒരന്യൻ." ആളുകൾ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും തൊഴിലിനെ സ്നേഹിക്കുന്നില്ലെന്ന് ലിങ്കണ് മനസ്സിലായിരുന്നു. തൻ്റെ അയൽക്കാരനോട് ഒരു ദിവസം അവൻ പറഞ്ഞു, "എൻ്റെ പിതാവ് എന്നെ തൊഴിൽ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും തൊഴിലിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല." ജോലികൾ ചെയ്തതിനു ശേഷം ആളുകൾക്കിടയിലിരുന്ന് കഥകൾ പറയാനും അവർ പറയുന്നത് കേൾക്കാനും ലിങ്കണ് വലിയ താല്പര്യമായിരുന്നു. പണിയെടുത്തതിനു ശേഷം കുറേ സമയം അലസനായി ഇരിക്കുകയും വേണമെന്ന് അവൻ കൂട്ടുകാരോട് പറഞ്ഞു. അവൻ്റെ അലസത കണ്ട് ഒരു ദിവസം ഒരു കർഷകൻ്റെ ഭാര്യ അവനോട് ചോദിച്ചു, "നീ എന്താവാനാണ് പോകുന്നത് എബി?" ഒട്ടും സംശയിക്കാതെ അവൻ പറഞ്ഞു, ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡന്റ് ആവാൻ പോകുന്നു." അലസനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന എബി ഉത്തരവാദിത്തങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് ആളുകൾ കണ്ടത്. കൗമാരപ്രായത്തിലെത്തിയ എബി കെട്ടിടം പണിക്കും റെയിൽ റോഡുകളുടെ നിർമ്മാണ ജോലികൾക്കും പോയി തുടങ്ങി. ജോലികൾ മാറി മാറി ചെയ്യുമ്പോഴും വായനയിലുള്ള താല്പര്യം അവൻ നിലനിർത്തി. വായന അവനൊരു ധ്യാനം തന്നെയായിരുന്നു. വായിച്ച പുസ്തകങ്ങളിലെ ആശയങ്ങൾ തൻ്റെ ചിന്തയുടെ ഭാഗമാക്കി മാറ്റാൻ അവൻ ശ്രമിച്ചു. തുളച്ചുകയറുന്ന നർമ്മവും പ്രഭാഷണ ചാതുര്യവും ലിങ്കണ് ലഭിച്ചത് ഈ വായനയിൽ നിന്നാണ്. വായിക്കാനുള്ള പുസ്തകങ്ങൾ ലഭിക്കാനായിരുന്നു പ്രയാസം. ദാരിദ്ര്യം വിളിച്ചറിയിക്കുന്ന വേഷത്തിൽ നടന്ന എബിയെ ഏതാൾക്കൂട്ടത്തിലും ആളുകൾ ശ്രദ്ധിക്കുമായിരുന്നു. അതിനു കാരണം അവൻ്റെ ശരീരമാണ്. 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ഉറച്ച ശരീരമാണ് അവനുണ്ടായിരുന്നത്. ശരീരത്തിന് അവയവപ്പൊരുത്തമുണ്ടായിരുന്നില്ല. നീണ്ട കൈകാലുകളും ചെറിയ നെഞ്ചും ഉന്തി നിൽക്കുന്ന താടിയെല്ലുകളും കവിളെല്ലുകളും ലിങ്കണെ ഒരു വിചിത്ര മനുഷ്യനാക്കി മാറ്റിയിരുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ വേണ്ടത്ര ആഹാരം ലഭിക്കാത്തത് കൊണ്ടാണ് ലിങ്കണ് ഇങ്ങനെയൊരു രൂപം വന്നു ചേർന്നതെന്ന് പറയുന്നവരുണ്ട്. 5 അടിയിൽ അല്പം കൂടുതൽ ഉയരമുള്ള ഒരു ശരാശരി ഉയരക്കാരനായിരുന്നു അച്ഛൻ തോമസ് ലിങ്കൺ. അമ്മയ്ക്കും ശരാശരി ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ. കൂറ്റൻ ശരീരം അവനെ കൂട്ടുകാർക്കിടയിൽ ധീരനായകനാക്കി. ഇച്ഛാശക്തിയിൽ അവൻ അജയനായിരുന്നു. അസാമാന്യമായ കരുത്തായിരുന്നു അവനും. എബിയെപ്പോലെ മരം വെട്ടാൻ ആ പ്രദേശത്തുള്ള ആർക്കും കഴിയുമായിരുന്നില്ല. ഒരൊറ്റ വെട്ടിന് കോടാലിയെ മരത്തിൻ്റെ കാതലിലേക്ക് ആഴത്തിൽ തറപ്പിക്കാൻ അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ജോലികൾ ഏൽപ്പിക്കാൻ എല്ലാവർക്കും താല്പര്യമായിരുന്നു. 19-ാം വയസ്സിൽ ലിങ്കൺ ഓഹിയോ നദിയിലൂടെയും മിസിസിപ്പി നദിയിലൂടെയും ഒരു യാത്ര നടത്തി. ന്യൂ ഓർലിയൻസിൽ എത്തുക എന്നതായിരുന്നു യാത്രയുടെ ഉദ്ദേശം. ന്യൂ ഓർലിയൻസിലേക്ക് ഫ്ലാറ്റ് ബോട്ടിൽ നടത്തിയ ഈ യാത്ര ലിങ്കൻ്റെ വ്യക്തിത്വ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തി. അതുവരെ ഏറെക്കുറെ അച്ഛൻ്റെ വരുമാനത്തെ ആശ്രയിച്ചാണ് ലിങ്കൺ ജീവിച്ചിരുന്നത്. ഈ യാത്ര ലിങ്കൻ്റെ തൊഴിൽ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. ഫ്ലാറ്റ് ബോട്ട് വ്യാപാരവും നദീ വാണിജ്യവും അക്കാലത്ത് പുരോഗതി പ്രാപിച്ചു വരികയായിരുന്നു. മാസം $8 ലിങ്കൺ സമ്പാദിച്ചു. ഈ ജോലി ലിങ്കണെ അച്ഛൻ്റെ ലോകത്തു നിന്നും അകറ്റി.
അമേരിക്കയുടെ വിശാലതയും സാമൂഹികവും സാംസ്കാരികവുമായ വൈവിധ്യവും മനസ്സിലാക്കാൻ ഈ യാത്ര ലിങ്കണെ സഹായിച്ചു. മിസിസിപ്പി താഴ്വരയിലെ അടിമത്തം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ നേരിൽ കാണാൻ ഈ യാത്ര ലിങ്കണെ സഹായിച്ചു. മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും നിന്ദ്യമായ അവസ്ഥയാണ് അടിമത്തമെന്ന് ലിങ്കൺ മനസ്സിലാക്കി. അടിമകളെപ്പോലെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അടിമകളെ ലിങ്കൺ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അടിമത്തം മനുഷ്യജീവിതത്തിൻ്റെ ഇരുണ്ട സമസ്യയാണെന്ന് ലിങ്കൺ മനസ്സിലാക്കി. ജീവിതകാലം മുഴുവൻ അടിമത്തത്തെ വെറുക്കാൻ ഈ യാത്ര ലിങ്കണെ സഹായിച്ചു. ന്യൂ ഓറിയൻസിലേക്കുള്ള ഫ്ലാറ്റ് ബോട്ട് യാത്രയിലാണ് ലിങ്കണ് ജോലി ചെയ്തതിന് പ്രതിഫലമായി $1 ആദ്യമായി ലഭിച്ചത്. ഇന്ത്യാനയിലെ റോക്ക് പോർട്ടിൽ നിന്നും ഓഹിയോ നദിയിലൂടെ യാത്ര ആരംഭിച്ചത് 1828 ഏപ്രിൽ 18-നാണ്. 1830-ൽ മിൽക്ക് സിക്നസ് ഇന്ത്യാനയിൽ പടർന്നു പിടിച്ചു. തോമസ് ലിങ്കൺ ഉടൻ ഇന്ത്യാന വിട്ടുപോകാൻ ആഗ്രഹിച്ചു. ഇല്ലിനോയിയിലേക്ക് പോകാനാണ് തോമസ് ലിങ്കൺ ആഗ്രഹിച്ചത്. ഇല്ലിനോയി അക്കാലത്ത് അടിക്കടി പുരോഗമിച്ചു കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം വിറ്റ് വീട്ടുസാധനങ്ങളെല്ലാം പെറുക്കിക്കെട്ടി ലിങ്കൺ കുടുംബം പുതിയ താമസ സ്ഥലത്തേക്ക് യാത്രയായി. എബിക്ക് 21 വയസ്സായി. ബാല്യവും കൗമാരവും പിന്നിട്ട് യുവത്വത്തിലേക്ക് പദം മൂന്നിക്കഴിഞ്ഞു. എബിയുടെ കാര്യത്തിൽ ഏറെ ഉത്കണ്ഠ അവൻ്റെ രണ്ടാനമ്മയ്ക്കായിരുന്നു. ധാർമ്മിക വിശുദ്ധിയുടെ ആൾരൂപമായാണ് ലിങ്കൺ യുവത്വത്തിലേക്ക് കാലൂന്നിയത്. അക്കാലത്ത് ചെറുപ്പക്കാരിൽ വ്യാപകമായി കണ്ടുവന്നിരുന്ന മദ്യപാന ശീലമോ കുത്തഴിഞ്ഞ ജീവിതമോ ഒന്നും എബിയെ സ്പർശിച്ചിരുന്നില്ല. ചൂതുകളിക്കാർക്കിടയിൽ അവൻ ചൂതുകളിക്കെതിരെ സംസാരിച്ചു. സത്യസന്ധനായിരിക്കുക എന്നതായിരുന്നു എബിയുടെ ആദർശം. തനിക്ക് അപകടം നേരിട്ടേക്കാവുന്ന സന്ദർഭങ്ങളിലും എബി സത്യം തന്നെ പറഞ്ഞു. ധാരാളം കൂട്ടുകാർ എബിക്കുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു അവന്. ലിങ്കന്റെ കൂറ്റൻ ശരീരവും കായിക ശക്തിയും കണ്ട ഒരു അയൽക്കാരൻ ലിങ്കണോട് ഒരു ഇരുമ്പ് പണിക്കാരനാവാൻ ഉപദേശിച്ചു. ലിങ്കൺ അത് ഗൗരവത്തിലെടുത്തു. ഇരുമ്പ് പണി പഠിക്കാൻ എന്താണ് ചെയ്യുകയെന്ന് ആലോചിക്കുകയും ചെയ്തു. അയാൾ തൻ്റെ കടയിൽ ലിങ്കണ് ഒരു ഗുമസ്തൻ്റെ ജോലി കൊടുത്തു. ജോലി ലിങ്കൺ സ്വീകരിച്ചു. വായിക്കാൻ ധാരാളം സമയം ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് ലിങ്കൺ ആ ജോലി സ്വീകരിച്ചത്. റോബർട്ട് ബേൺസിൻ്റെയും ഷേക്സ്പിയറുടെയും കൃതികൾ ഇക്കാലത്താണ് ലിങ്കൺ വായിച്ചത്. നല്ല പെരുമാറ്റവും ആജ്ഞാശക്തിയും സ്വഭാവ വൈശിഷ്ട്യവുമെല്ലാം ലിങ്കണ് പൊതുസമ്മതി നേടിക്കൊടുത്തു. ലിങ്കന്റെ വാക്കുകൾക്കെതിരെ എതിരഭിപ്രായം പറയാൻ ആളുകൾ പലപ്പോഴും മടിച്ചു. ലിങ്കണാകട്ടെ സ്വന്തം അഭിപ്രായങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. ആരുടെ അഭിപ്രായവും ലിങ്കൺ ശ്രദ്ധിച്ചു കേൾക്കും. മനുഷ്യരുടെ സംസാരിക്കാനുള്ള കഴിവിനെ വല്ലാതെ വിലമതിച്ചു. മറ്റുള്ളവരുടെ മനസ്സിൽ തട്ടുന്ന ഒരു വാക്കെങ്കിലും പറയാതെ ഒരു മനുഷ്യനും ഈ ഭൂമി വിട്ടു പോകുന്നില്ല എന്നതായിരുന്നു ലിങ്കന്റെ അഭിപ്രായം. ജലയാത്രയുടെ മറ്റൊരനുഭവം ലിങ്കൺ ഉണ്ടായത് സംഗമോൺ നദിയിലൂടെ ഒരു സിൻസിനാറ്റി സ്റ്റീം ബോട്ട് ഓടിച്ചതാണ്. വസന്തകാലത്ത് നദിയിൽ ഏറ്റവും അധികം ജലപ്പെരുപ്പമുള്ള സമയത്തായിരുന്നു ഈ യാത്ര. ഈ സമയത്താണ് ബ്ലാക്ക് ഹാവ്ക്ക് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. സാക്ക് ഇന്ത്യക്കാരുടെ നേതാവായിരുന്നു ബ്ലാക്ക് ഹാവ്ക്ക്. അയൽപ്രദേശത്തെ മറ്റു ചില ഇന്ത്യൻ വർഗങ്ങളുമായി ചേർന്ന് ബ്ലാക്ക് വെള്ളക്കാർക്കെതിരെ യുദ്ധം ആരംഭിച്ചു. ബ്രിട്ടീഷ് ബാൻഡ് എന്ന പേരിലാണ് ബ്ലാക്കിൻ്റെ സൈന്യം അറിയപ്പെട്ടിരുന്നത്. ബ്ലാക്കും സൈന്യവും 1832-ൽ മിസിസിപ്പി നദി കടന്ന് ഇല്ലിനോയിലെത്തി. 1804-ലെ സെൻറ്റ് ലൂയിസ് കരാറിലൂടെ നഷ്ടപ്പെട്ട
ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി തിരിച്ചു പിടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ബ്ലാക്കിൻ്റെ സംഘം ശക്തമാണെന്ന് മനസ്സിലാക്കിയ US അധികൃതർ പെട്ടെന്നൊരു സൈന്യത്തെ സംഘടിപ്പിക്കാൻ വട്ടം കൂട്ടി. യുദ്ധത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഗവർണർ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ലിങ്കൺ ഉടൻ സൈന്യത്തിൽ ചേരാൻ സന്നദ്ധനായി. യുദ്ധത്തിൽ ക്യാപ്റ്റനായാണ് ലിങ്കനെ തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത രീതി സവിശേഷതയുള്ളതായിരുന്നു. ലിങ്കണെയും മറ്റൊരാളെയും ഗ്രൗണ്ടിൽ നിർത്തി ഇവരിൽ ആരുടെ പിന്നിൽ അണിനിരക്കാനാണോ താൽപ്പര്യം അവരുടെ പിന്നിൽ ചെന്ന് നിൽക്കാൻ സൈനികരോട് പറഞ്ഞു. അവിടെ കൂടിയിരുന്ന സൈനികരിൽ 3/4 പങ്കും ലിങ്കന്റെ പിന്നിൽ അണിനിരന്നു. ലിങ്കണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മതിപ്പ് അത്രമാത്രം വലുതായിരുന്നു. ബ്ലാക്കിൻ്റെ സംഘത്തിനെതിരെ US സൈന്യം ആയുധം പ്രയോഗിക്കാൻ ആരംഭിച്ചതോടെ ബ്ലാക്കും സംഘവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പിന്മാറി. US സൈന്യം ഇവരെ പിന്തുടർന്നു. ഈ സമയം ചില ഗോത്രവർഗ്ഗക്കാരും ബ്ലാക്കിൻ്റെ കൂടെ കൂടി. ഗോത്രവർഗ്ഗക്കാരിൽ ചിലർ US സൈന്യത്തെയും പിന്തുണച്ചു. ജനറൽ ഹെൻറി അറ്റ്കിൻസൺ ആയിരുന്നു US സൈന്യത്തിൻ്റെ നായകൻ. ബ്ലാക്കിൻ്റെ സൈന്യത്തെ ഹെൻറി പരാജയപ്പെടുത്തി. ബ്ലാക്കിൻ്റെ സൈന്യം വിശപ്പും ദാഹവും സഹിച്ച് ദുർബലമായി കഴിഞ്ഞിരുന്നു. പലരും മരിച്ചു, പലരും രോഗികളായി. ബ്ലാക്കിൻ്റെ സൈന്യത്തെ US സൈന്യം തിരഞ്ഞു പിടിച്ചു വധിച്ചു. ബ്ലാക്കും കൂട്ടരും രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അവർ US സൈന്യത്തിന് കീഴടങ്ങി. എബ്രഹാം ലിങ്കൺ പങ്കെടുത്തു എന്നതുകൊണ്ടാണ് ഈ യുദ്ധം പിൽക്കാലത്ത് അനുസ്മരിക്കപ്പെട്ടത്. US മിലീഷ്യ എന്ന പേരിൽ അറിയപ്പെട്ട യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഇല്ലിനോയ് മിലീഷ്യയുടെ ഒരു വാളണ്ടിയർ ക്യാപ്റ്റനായി 1832 ഏപ്രിൽ 21 മുതൽ 1832 ജൂലൈ 10 വരെ ലിങ്കൺ പ്രവർത്തിച്ചു. ആദ്യമായായിരുന്നു ലിങ്കൺ യുദ്ധം നേരിൽ കാണുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ശവമടക്കിൽ സഹായിക്കുക എന്നതായിരുന്നു ലിങ്കന്റെ പ്രധാന ജോലി. യുദ്ധത്തിലെ ലിങ്കന്റെ സേവനങ്ങൾ വളരെയധികം വിലമതിക്കപ്പെട്ടിരുന്ന ഇക്കാലത്ത് ധാരാളം രാഷ്ട്രീയ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ലിങ്കണ് കഴിഞ്ഞു. യുദ്ധത്തിൽ പങ്കെടുത്തതിന് പ്രതിഫലമായി US ഗവൺമെന്റിൽ നിന്നും കുറച്ച് ഭൂമി പതിച്ചു കിട്ടുകയും ചെയ്തു. കഴിവുറ്റ ഒരു സേനാനായകനാവാൻ തക്ക യോഗ്യതകൾ ലിങ്കൺ ഉണ്ടെന്ന് യുദ്ധരംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തെളിയിച്ചു. യുദ്ധം ലിങ്കൺ ഒരു വിനോദയാത്ര പോലെയായിരുന്നു. പോരാടേണ്ട സന്ദർഭങ്ങൾ കുറവായിരുന്നു. 1833 ലിങ്കൺ ന്യൂസെലമിലെ പോസ്റ്റ് മാസ്റ്ററായി നിയമിതനായി. പത്രങ്ങൾ വായിക്കാനുള്ള അവസരം ലഭിച്ചു എന്നതായിരുന്നു ഈ ജോലി കൊണ്ടുള്ള പ്രധാന നേട്ടം. 1830കളുടെ ആരംഭത്തിൽ ഇല്ലിനോയിൽ കുടിയേറ്റം വളരെയധികം വർദ്ധിച്ചു. ഭൂമി അളക്കുന്ന സർവേയർമാരുടെ സേവനം അത്യാവശ്യമായി വന്നു. ഗവൺമെന്റിന്റെ സർവേയറായിരുന്ന ജോൺ കൽഹൗണിന് പെട്ടെന്നൊരു സഹായിയുടെ ആവശ്യം നേരിട്ടു. ലിങ്കണാണ് അതിന് ഏറ്റവും ചേർന്നയാളെന്ന് കൽഹൗണിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ഏറ്റെടുത്ത ജോലികൾ കൃത്യമായി ചെയ്യാൻ ലിങ്കണേക്കാൾ കഴിവുള്ള ഒരാളെ കണ്ടെത്തുക പ്രയാസമായിരുന്നു. സർവേയറായി നിയമിതനായ ലിങ്കൺ ആ ജോലിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് രാവും പകലും ഇരുന്ന് വായിച്ചു. ലിങ്കന്റെ സുഹൃത്തുക്കൾ ഇത് ശ്രദ്ധിച്ചിരുന്നു. പഠനം ലിങ്കണെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുണ്ടെന്ന് സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് നൽകി. 6 ആഴ്ചക്കാലത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് ലിങ്കൺ സർവേയറുടെ ജോലി ചെയ്യാനുള്ള മികച്ച കഴിവ് നേടി. സർവേയറായി ചങ്ങല വലിക്കുക മാത്രമല്ല ലിങ്കൺ ചെയ്തത്. കുടിയേറ്റ മേഖലയിലെ ജീവിതം ലിങ്കൺ പഠിച്ചു. മണ്ണും മനുഷ്യരും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധം ലിങ്കൺ മനസ്സിലാക്കി. സർവേയറായി ജോലി ചെയ്യുന്ന കാലത്താണ് ലിങ്കൺ ജീവിതത്തിൽ ആദ്യമായി പ്രണയത്തിൻ്റെ ഖേദവും ഹർഷവും അനുഭവിച്ചറിയുന്നത്. ആൻ റൂട്ട്ലിഡ്ജ് ആയിരുന്നു ലിങ്കന്റെ പ്രണയിനി. സുന്ദരിയായ ആ പെൺകുട്ടിയെ ലിങ്കൺ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്നു.
അവളെ വിവാഹം ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹവും ലിങ്കൺ ഉണ്ടായിരുന്നു. പ്രേമം അതിൻ്റെ വിശുദ്ധ മലരുകൾ വിരിയിച്ച് സൗരഭ്യം പരത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആൻ മരിച്ചു. ലിങ്കണ് അതൊരാഘാതമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ലിങ്കന്റെ മനസ്സിനെയും ശരീരത്തെയും ഉഴുതുമറിച്ചു. കൈകളിൽ മുഖം താങ്ങി എപ്പോഴും കുനിഞ്ഞിരിക്കുന്ന എബിയെ കൂട്ടുകാർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മുഖമുയർത്തുമ്പോഴൊക്കെ ലിങ്കന്റെ നിറഞ്ഞ കണ്ണുകൾ ചങ്ങാതിമാർ കണ്ടു. അവളെ മറക്കാൻ ഒരു സുഹൃത്ത് ഒരു ദിവസം കേണപേക്ഷിച്ചു. ഇടറിയ ശബ്ദത്തിൽ ലിങ്കൺ പറഞ്ഞു, എനിക്കതിനെങ്ങനെ കഴിയാനാണ്? അവളുടെ കല്ലറയ്ക്ക് മുകളിൽ മഞ്ഞു പെയ്യുന്നതും മഴ പെയ്യുന്നതും ഓർക്കുമ്പോൾ എനിക്കുള്ള സങ്കടം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ആനുമായി ബന്ധപ്പെട്ട ഒരു കാവ്യശകലം എപ്പോഴും ലിങ്കന്റെ മനസ്സിലുണ്ടായിരുന്നു. ഹോ വൈ ഷുഡ് ദ സ്പിരിറ്റ് ഓഫ് മോർട്ടൽ ബി പ്രൗഡ്. ഈ കാവ്യശകലം ആനിനു വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ജീവിതത്തിലുടനീളം ലിങ്കൻ ഈ കാവ്യശകലം കൂടെ കൊണ്ട് നടന്നിരുന്നു. പലപ്പോഴും ഈ വരികൾ അദ്ദേഹം ആവർത്തിച്ചുരുവിട്ടു. ജീവിതത്തിൽ ഒരിക്കലും ലിങ്കൺ അവളെ മറന്നില്ല. ഒരിക്കൽ ലിങ്കൺ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു. ഏതു ദുഃഖത്തെയും സഹജീവി സ്നേഹം കൊണ്ട് മറികടക്കാൻ ലിങ്കന് കഴിയുമായിരുന്നു. കാരണം ചരിത്രം നിയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു ലിങ്കൻ. ആ മനുഷ്യന് മുന്നിൽ അനന്തമായ പാതകളായിരുന്നു. മലരുകളേക്കാൾ കൂടുതൽ മുള്ളുകൾ വീണുകിടക്കുന്ന ആ പാതകളിലേക്ക് ലിങ്കൻ കാലെടുത്ത് വെക്കുകയായിരുന്നു.